നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു നല്ല വാക്കൊരാൾ പറഞ്ഞാൽ നമ്മുടെ നിരാശകളൊക്കെ മാറി ഒരു പുതിയ പാന്താവിലേക്ക് ജീവിതം പടുത്തുയർത്തുവാൻ കഴിയുമെന്നതാണ് സത്യം. മനുഷ്യൻ്റെ വാക്കിന് ഒരുപാട് വിലയുണ്ട്. തക്ക സമയത്തൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നൽകുന്ന ഊർജം ഒട്ടും ചെറുതല്ല. ഡഗ്ലസ് എന്ന പേരുള്ള ഒരു 15 വയസ്സുള്ള ഒരു ടീനേജ് പയ്യൻ്റെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ശക്തമായ പനി ബാധിച്ച് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവൻ്റെ ആ പനിയുടെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ വിവിധ ടെസ്റ്റുകൾ അവൻ ചെന്ന ഹോസ്പിറ്റലിൽ നടത്തി. ഒടുവിൽ അവർക്ക് മനസ്സിലായി അവനെ ബാധിച്ചിരിക്കുന്നത് ലുക്കീമിയ എന്ന രോഗമാണ്. ഡോക്ടേഴ്സ് അവൻ്റെ അടുക്കൽ വന്നിട്ട് യാതൊരു സങ്കോചവും കൂടാതെ ഡഗ്ലസിനോട് പറഞ്ഞു, നിന്നെ ബാധിച്ചിരിക്കുന്നത് ലുക്കീമിയ എന്ന രോഗമാണ്. അടുത്ത 3 വർഷത്തേക്ക് തുടർച്ചയായി കീമോതെറാപ്പിക്ക് നീ വിധേയനാവണം. ഇത് പറയുമ്പോൾ അങ്ങനെയൊരു ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ചും പറയാൻ അവർ മടിച്ചില്ല. നിന്റെ മുടി നഷ്ടപ്പെടും, നിന്റെ നിറത്തിന് വ്യത്യാസം വരും എന്നൊക്കെ ആ ഡോക്ടേഴ്സ് അവനെ ഉപദേശിച്ചു. അവന് ധൈര്യം ചോർന്നു പോയി എന്ന് മാത്രമല്ല, ഭാവി ഇരുളിലാണ്ടു എന്ന ചിന്തയാണ് അപ്പോൾ ഡഗ്ലസിനെ ഭരിച്ചത്. അവന് ഹോസ്പിറ്റൽ മുറിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തൻ്റെ ഒരു ആൻറ്റി തൊട്ടടുത്തുള്ള ഒരു പൂക്കടയിലേക്ക് വിളിച്ചിട്ട് ഡഗ്ലസിൻ്റെ മുറിയിൽ അവനെ ധൈര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും ഒരു പൂക്കെട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ പൂക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ലോറ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഓർഡർ എടുത്തിട്ട് ഈ പൂവ് അവൻ്റെ മുറിയിൽ എത്തിക്കുവാൻ ക്രമീകരണങ്ങൾ ചെയ്തത്. അങ്ങനെ ആ ഓർഡർ എടുത്ത് മനോഹരമായ പൂക്കെട്ടുണ്ടാക്കി അവൻ്റെ മുറിയിലേക്ക് കൊടുത്തു വിടുമ്പോൾ 2 കാർഡുകൾ ആ പൂക്കളോട് കൂടെ ലോറ വെച്ചിരുന്നു. അവൻ്റെ കൈകളിൽ ആ പൂക്കൾ എത്തിയിട്ട് ആൻറ്റിയുടെ കാർഡ് എടുത്ത് അവൻ വായിച്ചു. അവന് ധൈര്യം പകരുന്ന, സന്തോഷം പകരുന്ന ചില വാക്കുകൾ അതിലുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ മറ്റൊരു കാർഡ് കൂടെ കാണുവാനിടയായത്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, അല്ലയോ ഡഗ്ലസ്, എനിക്ക് ഏതാണ്ട് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ നിന്നെപ്പോലെ ലുക്കീമിയ ബാധിച്ചവളാണ് ഞാൻ. ഇതുപോലെ തന്നെ വിവിധ മെഡിസിനുകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് 22 വയസ്സുണ്ട്. എൻ്റെ അസുഖം മുഴുവനും പരിപൂർണമായി ഭേദമായി ഒരു സാധാരണ വ്യക്തിയെപ്പോലെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടുക, ഒന്നും സംഭവിക്കില്ല, നിനക്ക് സൗഖ്യമുണ്ടാവും. ലക്ഷക്കണക്കിന് ഡോളറുകൾ വിലയുള്ള വിവിധ തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ആ മുറിയിൽ വിവിധ ചികിത്സകൾക്ക് വിധേയനാകുന്ന ഡഗ്ലസിന് ആ മെഡിക്കൽ എക്യുപ്മെൻറ്റോ അവിടെയുള്ള ഡോക്ടർമാരോ താൻ എടുക്കുന്ന മരുന്നുകളോ ഒന്നും ധൈര്യം പകരുന്നതായിരുന്നില്ല. എന്നാൽ ഒരു പൂക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ ഒരു വാക്ക്, നിന്നെപ്പോലെ ഞാനും രോഗിയായിരുന്നു, എനിക്ക് സൗഖ്യമുണ്ടായി, നിനക്കും സൗഖ്യമുണ്ടാകും എന്ന വാക്ക് അവൻ്റെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ കൊടുത്തു.
അവൻ്റെ ഭയം മാറി ഭാവിയെക്കുറിച്ച് പുഞ്ചിരി തൂകുവാൻ ആരംഭിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പലരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അവരുടെ അവസ്ഥകളോ സാഹചര്യങ്ങളോ ഒന്നും വേണ്ട വിധത്തിൽ നമുക്കറിയണമെന്ന് നിർബന്ധമില്ല. എങ്കിലും നാം ഒക്കെ അനുഭവിച്ചിട്ടുള്ള എത്രയോ നല്ല അനുഭവങ്ങളുണ്ട്. അത് സൗഖ്യമാകാം, ദൈവം ഒരുക്കിയ ഒരു വഴിയാകാം, ദൈവം നമുക്ക് വേണ്ടി കരുതിയ കരുതലുകളാകാം, നമുക്ക് വേണ്ടി ദൈവം അയച്ച ഒരു വ്യക്തിയാകാം. എത്രയോ നല്ല അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ ആരോടെങ്കിലൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഊർജം പകരട്ടെ. നല്ല ഭാവിക്ക് വേണ്ടി അവരെ ഒരുക്കുന്ന വാക്കുകളായി നമ്മുടെ വാക്കുകൾ മാറട്ടെ. അതെ, നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ജീവനും മരണവും നമ്മുടെ നാവിൻ തുമ്പിലാണ്. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ധൈര്യം പകരുവാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.